ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് സയൻസിലെ ഗ്രോയിങ് പ്ലാന്റ്സ് ഫ്രം സീഡ്സ് ആണ്. അതായത് സ്ട്രക്ചർ ഓഫ് സീഡും സീഡിൻ്റെ ജെർമിനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്ട്രക്ചർ ഓഫ് സീഡ് നോക്കാം. എ സീഡ് ഹാസ് ബീൻ ഔട്ടർ സ്കിൻ ലൈക്ക് കവറിങ് കോൾഡ് സീഡ് കോട്ട്. ഒരു സീഡിന് പുറത്തുള്ള ഒരു സ്കിൻ ലൈക്ക് കവറിങ് കാണും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സീഡ് കോട്ട് എന്ന് പറയുന്നത്. It is slightly swollen and protect the baby plant inside the seed. ഇതെന്താ എങ്ങനെയായിരിക്കും? സ്ലൈറ്റ്ലി സ്വള്ളൻ ആയിരിക്കും, ഒരല്പം വീർത്തതായിരിക്കും. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ദ ബേബി പ്ലാന്റ് ഇൻസൈഡ് ദ സീഡ്. സീഡിനുള്ളിലുള്ള ബേബി പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? സീഡ് കോട്ട്. ദ സീഡ് കോട്ട് കണ്ടെയ്ൻസ് സീഡ് ലീവ്സ് നോൺ ആസ് കോട്ട്ലിഡൻ. ഈ സീഡ് കോട്ടിൽ സീഡ് ലീവ്സ് കാണപ്പെടുന്നുണ്ട്. അതിന് എന്താണ് പറയുന്നത്? കോട്ട്ലിഡൻസ് എന്നാണ് പറയുന്നത്. They provide food to the growing plant during the process of growth. ഇതെന്താണ് ചെയ്യുന്നത് ഈ കോട്ട്ലിഡൻ? കോട്ട്ലിഡൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് പ്ലാന്റിൻ്റെ, അതായത് ആ സീഡിനുള്ളിൽ വളരുന്ന പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുകയാണ് കോട്ട്ലിഡൻ ചെയ്യുന്നത്. എ സീഡ് ഗ്രോസ് ഇൻറ്റു എ ബേബി പ്ലാന്റ് കോൾഡ് സീഡ്ലിങ്. ആ സീഡിനുള്ളിൽ നിന്ന് ഒരു ബേബി പ്ലാന്റ് ഉണ്ടായി വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സീഡ്ലിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് സീഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് പ്രധാനമായും സീഡ് കോട്ട്, കോട്ട്ലിഡൻ, സീഡ്ലിങ്, ഇങ്ങനെ 3 കാര്യങ്ങളാണുള്ളത്. ആ പിക്ചർ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് സീഡ് കോട്ട് കാണിച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് രണ്ടാക്കുവാണെങ്കിൽ 2 സൈഡിലും കാണുന്ന ആ ലൈറ്റ് കളറിൽ കാണുന്ന പാർട്ടാണ് കോട്ട്ലിഡൻ എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് ബേബി പ്ലാന്റ് കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ജെർമിനേഷനാണ്. എങ്ങനെയാണ് ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ജെർമിനേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് സീഡ് സ്റ്റാർട്ട് ടു ഗ്രോ. എ സീഡ് ഗ്രോ ഇൻ ടു സീഡ്ലിംഗ് വെൻ ഇറ്റ് ഈസ് സോൺ ഇൻ ദ റൈറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് വെൻ ഇറ്റ് റിസീവ്സ് വാട്ടർ, എയർ ആൻഡ് വാംത്ത്. അതായത് ജെർമിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. സീഡ് വളരാൻ, സീഡിനുള്ളിലൊരു ചെടി വളരാൻ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ് അത്. എ സീഡ് ഗ്രോ ഇൻ ടു സീഡ്ലിംഗ്, ചെറിയ ഒരു സീഡ്ലിങ് വളരാൻ തുടങ്ങുന്ന സമയത്ത് അതിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വാട്ടർ വേണം, എയർ വേണം, വാംത്, ഈർപ്പം. ഇത് 3 ഉണ്ടെങ്കിൽ എന്താണ് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. നോട്ട് ഓൾ സീഡ് ജെർമിനേറ്റ് ഇൻ ടു ന്യൂ പ്ലാന്റ്സ്. എന്താണ്? എല്ലാ സീഡും ജെർമിനേറ്റ് ചെയ്യാറില്ല. Plants are some get destroyed by rain, wind, some are eaten by insect and birds, and some do not get adequate condition to grow. അതായത് എല്ലാ സീഡും ജെർമിനേറ്റ് ചെയ്തതിന് കാരണം ചിലപ്പോൾ അവന് ചിലതിനെ ഇൻസെക്റ്റ് കഴിക്കും, ചിലതിനെ ബേഡ്സ് കഴിക്കും, ചിലപ്പോൾ എന്താണ് അഡീക്വേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് ഫേവറബിളായിട്ടുള്ള കണ്ടീഷൻ കിട്ടുന്നില്ലായിരിക്കും. എയർ, വാട്ടർ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ അഭാവം മൂലവും അത് ജെർമിനേറ്റ് ചെയ്യാതിരിക്കും. അതുപോലെ തന്നെ എ സീഡ് ഗ്രോസ് ത്രൂ എ നമ്പർ ഓഫ് സ്റ്റേജസ് ബിഫോർ ഗ്രോയിങ് ഇൻ ടു ആൻ അഡൽട്ട് പ്ലാന്റ്. ഒരു സീഡ് ഒരു സീഡ്ലിംഗ് ആകുന്ന ഒരു അഡൽട്ട് പ്ലാന്റ് ആകാൻ കുറേ സ്റ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എ സീഡ് സോൺ ഇൻ ദ സോയിൽ ആൻഡ് വാട്ടേഡ് റെഗുലർലി ഇറ്റ് ഗെറ്റ് എയർ ആൻഡ് വാംത്. ഒരു സീഡ് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, സോയിലിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ റെഗുലറായിട്ട് വെള്ളം ഒഴിക്കണം. അതുപോലെ എന്താണ് എയറും വാംതും അതിന് അത്യാവശ്യമാണ്. ഇറ്റ് സോക്ക് അപ്പ് വാട്ടർ ആൻഡ് ദ സീഡ് കോട്ട് ബ്രേക്ക്. അതായത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്താണ് ആ വെള്ളത്തിൻ്റെ പ്രസൻസ് മൂലം സീഡ് കോട്ട് ബ്രേക്ക് ആവുകയും ഇത് സീഡ് കോട്ട് ഓൺ ബ്രേക്കിംഗ് ഗീവ്സ് റൈസ് ടു എ സീഡ്ലിങ്. ആ സീഡ് കോട്ട് ബ്രേക്ക് ആകുന്ന സമയത്ത് അതിൽ നിന്ന് ഉള്ളിലിരിക്കുന്ന സീഡ്ലിങ് പുറത്തേക്ക് വരും. ഇറ്റ് ഒബ്റ്റെയിൻസ് ഇറ്റ്സ് ഫുഡ് ഫസ്റ്റ്ലി ഫ്രം ദ കോട്ട്ലിഡൻ ആൻഡ് ദെൻ ഫ്രം ദ സോയിൽ. ആദ്യം കോട്ടിലിഡനിൽ നിന്നും ഫുഡ് സ്വീകരിക്കുകയും അതിനുശേഷം സോയിലിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യാനായിട്ട് സീഡ്ലിങ് തുടങ്ങും. ദ സീഡ്ലിംഗ് ഡെവലപ്പ് ടൈനി റൂട്ട് ആൻഡ് എ ഷൂട്ട് ദാറ്റ് എമർജസ് ഫ്രം ദ അതർ എൻഡ്. എന്താണ്? അത് ഒരു ഭാഗത്തുകൂടെ ലീവ്സ് പുറത്തേക്ക് വരിക, അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തുകൂടെ എന്താണ് അതിൻ്റെ ചെറിയ ചെറിയ റൂട്ടും ഷൂട്ടും ഒക്കെ പുറത്തേക്ക് വരും. ഇത് സീഡ്ലിംഗ് ദെൻ ഡെവലപ്പ് ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ് ആൻഡ് ഫൈനലി ഗ്രോ ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ഈ സീഡ്ലിങ് പതുക്കെ എന്താണ് ലീവ്സും ബ്രാഞ്ചസും ഒക്കെ ഫൈനലി ഡെവലപ്പായിട്ട് ഒരു പ്ലാന്റായിട്ട് മാറും. അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ് ഈ കാണിച്ചിരുന്നത്. ഫസ്റ്റ് സീഡ്, അതിനുശേഷം ആ സീഡ് ചെറുതായി മുളച്ച് വരുന്ന, ആ മുളയ്ക്കുന്ന അതിനെയാണ് റാഡിക്കിൾ എന്ന് പറയുന്നത്. അതിനുശേഷം സീഡ് കോട്ട് ബ്രേക്ക് ആവുന്നു, റൂട്ട് വരുന്നു, കോട്ട്ലിഡൻ
അങ്ങനെയാണ് ആ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പിന്നെ അതിന് ശേഷം പ്ലാന്റ് ആകുന്നു. ഓക്കെ, താങ്ക് യു.